Hi friends, Assalamu alaikum. Welcome back to my channel Aafi Flavour. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള അവിൽ കൊണ്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. എടുത്തിരിക്കുന്ന 5 കപ്പ് അവിൽ, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതാ കുറച്ച് കപ്പൻ്റെ എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്, ഉണക്കമുന്തിരി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടുള്ളത് കേട്ടോ. തീ കൂട്ടി വെക്കാൻ പാടില്ല, ഇത് പെട്ടെന്ന് വറുത്ത് കിട്ടും. നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. നമ്മൾ ഇതാണ്ട് ഇവിടെ അവലിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇടുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരും. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണ ഒന്ന് വാർത്തെടുക്കണം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. അപ്പം എണ്ണ എല്ലാം അതിൽ പിടിക്കും. ടിഷ്യൂ പേപ്പറിൽ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്താലോ. 1 മിനിറ്റ് കൊണ്ടാണ് ഇത് പെട്ടെന്ന് വറുത്ത് കിട്ടും. ആരും അടുത്തുനിന്നൊന്നും പോവല്ലേ. നമ്മൾ അതിലെല്ലാം ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സെയിം ഓയിലിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ച വറുത്ത കപ്പലിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് എടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് കപ്പലണ്ടി എടുക്കാം. അതേ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഇതേ സെയിം ഓയിലിൽ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് കപ്പലണ്ടി, ഉണക്കമുന്തിരി, കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചിട്ട് നമുക്കൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ റെസിപ്പി വളരെ ടേസ്റ്റിയും ക്രിസ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലൊക്കെ ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരുപാട് ദിവസം ഇത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂടെ കാണുന്ന ബെല്ലൈക്കനും കൂടെ നോക്കിയിട്ട് ഓൾ വേണം പ്രസ് ചെയ്യാൻ. ഇൻഷാല്ലാ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ. അസ്സലാമു അലൈക്കും.